എന്തായാലും ക്ലീറ്റയെ കൊണ്ട് കേരള പോലീസിന് ഗുണമുണ്ടായി. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു വീട് കയറി കുത്തിപ്പൊളിച്ചൊരു മോഷണം നടന്ന കേസ് ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ. ആ പ്രതിയെ പൊക്കി. ആരെന്നറിയാ പ്രതി? വീട്ടുടമ തന്നെ. അതെങ്ങനെ മനസ്സിലായി? ഇയാള് കുറെ നാൾ മുമ്പ് കുറച്ച് സ്വർണം പണയം വെച്ചിരുന്നു. ആ പണയം എടുക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് പല സ്ഥാപനങ്ങളെയും സമീപിച്ചവനെ പോലുള്ള അങ്ങനെ ഇവനെയും ചെന്ന് കണ്ടു. ഇവനെ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞ പ്രകാരമാണ് അമ്മാവന്റെ പൈസ വാങ്ങിയവൻ. പക്ഷെ പിറ്റേ ദിവസമാണ് ഈ കള്ളം നടക്കുന്നത്. കള്ളം നടക്കണം മനസ്സിലാക്കിയ പാളി എന്ത് ചെയ്ത് ആ പൈസ കൊടുത്തില്ല. അതെടുത്ത് അവൻ വേറെ മറിച്ചു. സമയം മനസ്സിലായില്ലേ? ഈ കാര്യം ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നി. ഇവൻ പണയം വെക്കാൻ ശ്രമിക്കുന്നു, പണയം എടുക്കാൻ നോക്കുന്നു, വീട്ടിൽ കള്ളം കയറിയിരിക്കുന്നു. അങ്ങനെ അവനെ വിളിച്ചൊന്ന് കുടഞ്ഞു. തത്ത പറയും പോലെ പറഞ്ഞു. താങ്ക് യു. അത് കളക്കി ഇവിടെ ഒരു വാക്കിലാണല്ലേ. കേരള പോലീസിന് മറ്റുള്ളവർക്കൊക്കെ ഉപകാരമുണ്ടോ? സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാൾ സഹായിച്ച അയാൾക്ക് തിരിച്ചു സഹായിക്കൊന്നും വേണ്ട. പോലീസിനെ സഹായിച്ച വാർത്ത മൊബൈലിൽ വന്നു. നല്ലടാ ക്ലിങ്ങി സൗണ്ട് കേട്ടില്ലേ? ഗൂഗിൾ പേയിൽ പൈസ വന്ന് അമ്മാവന്റെ ഒരാളെ പൈസ വന്ന് അമ്മാവന്റെ പൈസ എടുത്ത് ഞാൻ ബിസിനസ് ചെയ്യുന്നു പറഞ്ഞില്ലേ? അതിനുള്ള ലാഭവും ഇതും കൂടെ ചേർത്ത് എന്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട്. വേഗം കിട്ടൂ. അമ്മാവന് ജിപേ ഇടണോ, എങ്ങനെ വേണം ട്രാൻസ്ഫർ ചെയ്ത് തരണോ, ക്യാഷ് ആയിട്ട് വേണോ, എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വേണം ഇപ്പൊ ഇട്ടുതരാം. ഇന്ന് വീട്ടിലേക്ക് പണം ഗിരിച്ചാൽ കാണാനുള്ളതാ. ഗൂഗിൾ പേ 10% ലാഭം കൂടെ ഇടുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? പൊടി ഉണ്ടോ? എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ബിസിനസ് എന്തെങ്കിലും തീർത്തോളണേ. ബാക്കിയുള്ള കിടക്കപ്പുറതില്ല. ഇനി നേരത്തെ പറഞ്ഞാലും ഒന്ന് തിരുത്തി പറഞ്ഞേ. ക്ലീറ്റോയെ കൊണ്ട് വീട്ടുകാർക്ക് ഗുണമുണ്ടോ? ഇല്ലേ? ഇനി ഇതുപോലെ വല്ല ബിസിനസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ബിസിനസ്.